വിത്തിനിട്ടൊരു മുള്ളം വെള്ളരി പഴുത്ത് വിത്തെടുക്കാൻ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ വിത്തങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അടുത്ത കൊല്ലത്തേക്ക് ഉപകാരപ്പെടും. അതിനു വേണ്ടിയിട്ട് വെള്ളരിക്ക് ആദ്യം തന്നെ രണ്ടായിട്ടങ്ങ് മുറിച്ചു. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് അതിൽ വിത്തുകൾ ഒരു പാത്രത്തിലേക്ക് സ്കൂപ്പ് ചെയ്തെടുത്തു. വിത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഈ വെള്ളരി നല്ല മോരിട്ട് പച്ചടി വെക്കാം, പൊളിക്കും. ഈ വെള്ളരിൻ്റെയും തക്കാളിൻ്റെ ചുറ്റും ഇതുപോലത്തെ ഒരു ജെല്ലി കോട്ടിങ് സാധാരണ കാണാറുണ്ട്. അപ്പോൾ ഇത് കളഞ്ഞിട്ട് വേണം വിത്തെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് സ്കൂപ്പ് ചെയ്തെടുത്ത വിത്ത് വെള്ളത്തിലിട്ട് 2-3 ദിവസം ഫെർമെൻറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളില്ലാത്ത വിത്തുകൾ വെള്ളത്തിന് മീതെ പൊന്തി കിടക്കും. പിന്നെ ഇതിലെ പൾപ്പും ജെല്ലി കോട്ടിങ്ങും നല്ലപോലെ പോയി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിത്ത് മുളയ്ക്കാനുള്ള സാധ്യതയും കൂടും. അങ്ങനെ 3 ദിവസത്തിന് ശേഷം വിത്തിൽ നിന്ന് വെള്ളമെല്ലാം മറിച്ച് കളഞ്ഞ ശേഷം ഒരു പേപ്പറിലിട്ട് ഇത് ഉണങ്ങാൻ വെച്ചു. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള വിത്താണിത്. അതിൽ ആ ജെല്ലി കോട്ടിങ് എല്ലാം തന്നെ നന്നായി പോയിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു കവറിലേക്ക് ഇട്ട് വിത്തിൻ്റെ പേരും ഡേറ്റും എഴുതി വെച്ച് പണി തീർത്തു.